ഉപയോഗിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. എല്ലാ നിലകളിലും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. എന്നാൽ ചില വാക്കുകളിൽ നമ്മുടെ അനുഗ്രഹത്തിൻ്റെ തലങ്ങളെ ഒന്ന് പറഞ്ഞാൽ, ഒന്ന്, നാം പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ്. We are loved by God the Father. എത്ര ദൈവമക്കൾക്ക് ആ ബോധ്യമുണ്ട്? എൻ്റെ ദൈവം എന്നെ ആഴമായി സ്നേഹിച്ചു. That's why I am here this night. ദൈവം നമ്മളെ സ്നേഹിച്ചതുകൊണ്ടും ആ സ്നേഹത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞതുകൊണ്ടും ആ സ്നേഹത്തോടുള്ള പ്രതികരണമാണ് ഇന്ന് രാത്രി ഇവിടെയുള്ള നമ്മുടെ സാന്നിധ്യം തന്നെ. So we are loved by God the Father, and also we are redeemed by the Lord Jesus Christ. ദൈവം നമ്മളെ സ്നേഹിച്ചു എന്ന് മാത്രമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ എന്ത് ചെയ്തു? വീണ്ടെടുക്കുവാനിടയായി തീർന്നു. We are the redeemed of the Lord. നമ്മുടെ കർത്താവിനാൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാ. Praise the Lord. Hallelujah. അതുകൊണ്ടും തീർന്നില്ല. We are led by the Holy Spirit, the great counselor and comforter. കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവിനാൽ ഓരോ ദിവസവും നയിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. What a privilege we have. Loved by God the Father, redeemed by the Lord Jesus Christ, and led and guided by the Holy Spirit, the great counselor and comforter. Moreover, അത് മാത്രമല്ല, we are reserved and prepared for eternity. നിത്യതയ്ക്കായി വേർതിരിക്കപ്പെട്ടവരും ഒരുക്കപ്പെടുന്നവരുമായ ഒരു കൂട്ടമായിട്ടാണ് ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ഞാനായിരിക്കുന്നത്. തിരുവഴുത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് ഞാൻ വിട്ടുപോയി. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺ ജോർജ് കുടുംബം 3 പതിറ്റാണ്ടിലധികമായി രാജസ്ഥാനിൽ കർത്താവിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷ ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസനാണ്. അവിടെ കടന്നുപോയി തൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ കാണുവാൻ എനിക്ക് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അടുത്ത നാളുകളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുവാനുള്ള സാവകാശവും സാഹചര്യവും കൂടെ ദൈവം ഒരുക്കി തന്നിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസനെ ഓർത്ത്, ശുശ്രൂഷകളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രിയും നാളെ രാത്രിയുമായിട്ട് പ്രത്യേകമായി നമുക്കൊരുമിച്ച് ധ്യാനിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശനം തന്നിരിക്കുന്ന പ്രത്യേക വേദഭാഗം എന്ന് പറയുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം, അതിൻ്റെ 4-ാമത്തെ അധ്യായം, അതിൻ്റെ 16 മുതൽ 5-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം വരെയുള്ള വേദഭാഗമാണ്. ഇറ്റ്സ് എ ലോങ് പാസേജ്. വളരെ ദീർഘമായൊരു ഭാഗമാണ്. ഇന്നത്തെ സമയപരിമിതിയിൽ ആ ഭാഗമെല്ലാം വായിക്കുവാൻ ഞാൻ തുനിയുന്നില്ല. 4-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊക്കെ മനഃപ്പാടമാണ്, സുപരിചിതമാണ്. ബാക്കിയുള്ള ഭാഗങ്ങളും അതുപോലെ തന്നെയാണ്. എങ്കിലും അതുകൊണ്ടാണ് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും അകമയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നതോ താൽക്കാലികം, കാണാത്തതോ നിത്യം. ബാക്കിയുള്ള വേദഭാഗങ്ങളും ചേർത്ത് ഒരു ചിന്ത നമുക്കൊരുമിച്ച് ഇന്ന് രാത്രി ധ്യാനിക്കുവാനായിട്ട് ദൈവം കൃപ ചെയ്യട്ടെ. നിത്യത സംബന്ധിച്ച് അപ്പോസ്തലനായ പൗലോസിന്റെ തൂലികയിലൂടെ ഉരുത്തിരിഞ്ഞിട്ടുള്ള വളരെ വിലപ്പെട്ട ഒരു വേദഭാഗമാണ് ഈ പ്രതിപാദിപ്പിക്കപ്പെട്ട പ്രത്യേക ഭാഗം എന്ന് പറയുന്നത്. ഈ ഭാഗത്ത് നിന്ന് നമുക്കൊരുമിച്ച് ചിന്തിക്കുവാനുള്ള ചിന്തകളുടെ തലക്കെട്ടെന്ന് പറയുന്നത്, എൻ്റെ ഹൃദയത്തിൽ ലഭ്യമായ ആത്മപ്രചോദനം എന്ന് പറയുന്നത്, ലിവിങ് ഇൻ ദ ലൈറ്റ് ഓഫ് ഇറ്റേണിറ്റി. നിത്യതയുടെ പ്രകാശത്തിൽ നാം ഓരോരുത്തരും ജീവിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. നിത്യതയുടെ പ്രകാശത്തിൽ ജീവിക്കുന്നവരാകുക എന്നുള്ള ചിന്തയാണ്. നിത്യത എന്നുള്ള ഭാഗം അല്ലെങ്കിൽ വിഷയം നമുക്കെല്ലാവർക്കും വളരെ പരിചിതമാണ്. അതിലെല്ലാം ഉപരി നമ്മുടെ പ്രതീക്ഷയും നമ്മുടെ പ്രത്യാശയാണ്.
അല്ലേ ദൈവമക്കളെ? ദാറ്റ്സ് അവർ ഹോപ്പ് ആൻഡ് അവർ എക്സ്പെക്ടേഷൻ. ഈ വിഷയം ഒരുമിച്ച് 2 ദിവസങ്ങളിൽ ലഭ്യമായ സമയത്തിനുള്ളിൽ ധ്യാനിക്കുന്നത് നിമിത്തം എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്, ഒന്നാമത്, നമുക്കെല്ലാവർക്കും നിത്യതയുടെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് ആത്മപരിശോധന നടത്തുവാനിടയായി തീരണം. We must examine our lives in the light of eternity. നിത്യതയുടെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിത അനുഭവങ്ങളെ വിലയിരുത്തിക്കൊണ്ട് നിത്യതയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട്, our perception about eternity, ആ കാഴ്ചപ്പാട് ഒന്നുകൂടെ വർദ്ധിക്കുവാനിടയായി തീരണം, വിശാലതയുള്ളതായി തീരുവാനിടയായി തീരണം. അതിലേക്ക് ദൈവത്തിന്റെ വെളിച്ചം ഒന്നുകൂടെ വീശുവാനിടയായി തീരണം. അതോടൊപ്പം തന്നെ നിത്യതയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ ഒരുക്കത്തിന് ആക്കം കൂട്ടുന്ന ആലോചനകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നമുക്ക് നൽകി തരുവാനായിട്ടിടയായി തീരണം. കർത്താവിന്റെ ദാസൻ പ്രാരംഭത്തിൽ ഇങ്ങനെ പറഞ്ഞല്ലോ, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കേൾക്കാനോ ദൈവം നമ്മളോട് സംസാരിക്കാനോ അല്ല, നമുക്ക് ആവശ്യമുള്ളത്. സാധാരണ ദൈവദാസന്മാരൊക്കെ പറയുന്നത് പോലെ ഡയബറ്റിക് പേഷ്യന്റിന് ഏറ്റവും ഇഷ്ടമുള്ളത് എന്തുവാ? മധുരമാണ്. ഇവിടെ ഇരിക്കുന്നവർക്ക് തന്നെ പലർക്കും അറിയാമല്ലോ, നമുക്ക് മധുരത്തോടാണ് താല്പര്യം, ആഗ്രഹം. പക്ഷെ നമുക്ക് ആവശ്യം മധുരമല്ല, നമുക്ക് പാവയ്ക്കാൻ നിരക്കിയ ആവശ്യം. പക്ഷെ അതിനോട് നമുക്ക് പലപ്പോഴും താല്പര്യമില്ല എന്നുള്ളതൊരു സത്യമാണ്. എന്നതുപോലെയാണ് തിരുവെഴുത്തെ സംബന്ധിച്ച് പലപ്പോഴും നാം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നതൊന്നാണ്, എന്നാൽ നമ്മുടെ ആവശ്യമെന്ന് പറയുന്നത് മറ്റൊന്നാണ്. നമ്മുടെ ആഗ്രഹങ്ങളെ ഒക്കെ ദൈവം ആദരിക്കും, എന്നാൽ നമ്മുടെ ആവശ്യങ്ങളെ ദൈവം പൂർത്തീകരിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ ദിവസങ്ങളിലെ ദൈവ വചനത്തിന്റെ പ്രഘോഷണം ആ നിലയിൽ നിത്യതയ്ക്ക് വേണ്ടി നമ്മെ ഒന്നുകൂടെ പ്രചോദിപ്പിക്കുന്നതും ഉത്തേജിപ്പിക്കുന്നതുമായ സന്ദേശമാകണമെന്നുള്ളതാണ് എൻ്റെ ഹൃദയത്തിന്റെ ആഗ്രഹം. നിങ്ങളുടെ വാഞ്ചയും അത് തന്നെയെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിത്യതയുടെ വെളിച്ചത്തിൽ നാം ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ, when we live in the light of eternity, സംഭവിക്കുന്ന അനേക കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമത് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് the change of our perception. നമ്മുടെ കാഴ്ചപ്പാടുകൾക്കാണ് ആദ്യം വ്യത്യാസം വരുന്നത്. the change of our attitude. പ്രത്യേകിച്ച് നിത്യതയുടെ കാഴ്ചപ്പാട് എന്റെയും നിങ്ങളുടെയും അകത്ത് നിറയുന്നതിനനുസരിച്ച് ഈ ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിന് വലിയ മാറ്റങ്ങൾ സംഭവിക്കുവാനായിട്ടിടയായിത്തീരും. റെസിപ്രോക്കലാണ്. നിത്യതയുടെ കാഴ്ചപ്പാടിന്റെ ആഴം നമ്മൾ വർദ്ധിക്കുന്നതോടൊപ്പം ഈ ലോകത്തെക്കുറിച്ചും ഈ ലോക ജീവിതത്തെക്കുറിച്ചുമുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് സമൂലമായ പരിവർത്തനം സംഭവിക്കുവാനായിട്ടിടയായിത്തീരും. ആ കാഴ്ചപ്പാട് അകത്ത് കയറിയപ്പോ പൂർവകാല ഭക്തന്മാർക്ക് ഉണ്ടായ ചിന്ത എന്നറിയാമോ? ഈ ലോകത്തിൽ ഞങ്ങൾ ആരാണെന്ന് അറിയാമോ? അന്യരും പരദേശികളുമാണെന്ന് അവർക്ക് ഫീൽ ചെയ്തത്. എന്നിട്ട് അവർ പാടി, ദൈവദാസൻ പാടാനാണ് നമ്മുടെ കൂടെ ഉണ്ട് എങ്കിൽ പോലും പാട്ടല്ലെങ്കിലും ഞാനൊന്ന് പറയാം. അന്യദേശത്തു പരദേശിയായി മന്നിതിൽ കൂടാര വാസികളായി, അന്യദേശത്തു മന്നിതിൽ കൂടാര ഉന്നതനാം ദൈവം ശില്പിയായി നിർമ്മിച്ച, ഉന്നതനാം ദൈവം ശില്പിയായി നിർമ്മിച്ച വന്നഗരത്തിനായി കാത്തുവസിക്കുന്ന ഭക്തരിൻ വിശ്വാസ
മറ്റൊരു പാട്ടുകാരൻ പാടി എന്തെന്നറിയാമോ? ഇവിടെ ഞാൻ വെറുമൊരു പരദേശി പോ, ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം. ഇവിടെ ഞാൻ വെറുമൊരു പരദേശി പോ, ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം. ഇവിടെ നീക്കാരും യേശുവോടു ചേർന്നാൽ മതി, ഇണയാകും യേശുവോടു ചേർന്നാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായ സുഖം എനിക്കെന്റെ യേശുവിനെ. എനിക്ക് പാടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഒടുവിൽ ആരാധനയ്ക്ക് ഒരു സമയമുണ്ട്. കർത്താവിന്റെ ദാസൻ അത് ആ നിലയിൽ ഉപയോഗിക്കുമെന്ന് ഞാൻ കർത്താവിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. വാട്ട് എ ഗ്രേറ്റ് ഹോപ്പ് വി ഹാവ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നമ്മുടെയുള്ള പ്രത്യാശ എത്ര വലിയതാ പ്രിയപ്പെട്ടവരെ. വാക്കുകൾക്ക് അവർണ്ണനീയമായ പ്രത്യാശയുടെ ആഴം അന്തരംഗത്തിൽ ഇന്ന് രാത്രി അനുഭവിക്കുന്ന വിശുദ്ധന്മാരെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ അമേരിക്കയുടെ മണ്ണിൽ വന്ന് നന്മ അനുഭവിക്കുവാൻ കൃപ ലഭിച്ച നിങ്ങളോട് ഒരുപാട് സമൃദ്ധിയുടെ ഉപദേശമൊന്നും പറയേണ്ട ആവശ്യകതയില്ലെന്ന് എനിക്കറിയാം. ദൈവം തന്ന നന്മകൾ നമുക്കുണ്ട്. ഇനിയും നമുക്ക് നന്മകൾ ആവശ്യമാണെങ്കിൽ നിശ്ചയമായും ദൈവം തന്നിരിക്കും. ദൈവം അതിന് വിശ്വസ്തനാണ്. പക്ഷേ ഇന്ന് രാത്രി നമുക്ക് നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അകത്ത് കുറച്ചുകൂടെ കയറുവാനായിട്ടിടയായി തീരണം. ഞാനീ പറഞ്ഞു വരുന്നത് നിത്യതയുടെ കാഴ്ചപ്പാട്, നിത്യ കനാനിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് നമ്മുടെ അകത്ത് കയറുമ്പോൾ നമുക്ക് ഈ ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിന് മാറ്റം വന്നിട്ട് നമ്മൾ പറയും, നമ്മളിവിടെ അന്യരാണ്, നമ്മളിവിടെ പരദേശികളാണ്. ഈ കാഴ്ചപ്പാടെന്ന് പറയുന്നത് തിരുവെഴുത്തിന്റെ ഏടുകളിലേക്ക് നാം ഇറങ്ങി ചെല്ലുമ്പോൾ കാണുവാൻ കഴിയുന്നത് പ്രൈമർലി ദിസ് കൺസെപ്റ്റ് ആർ sojourners and pilgrims and strangers. Initially it is a commandment from the Lord. കർത്താവിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് ഒരു കൽപ്പനയാണ് നമുക്ക് ഈ കാഴ്ചപ്പാട് ഉണ്ടാകണമെന്നുള്ളത്. ഇറ്റ്സ് എ കമാൻഡ്. നമുക്കറിയാം ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയെക്കുറിച്ച്. ഈ മരുഭൂമി യാത്രയിൽ അവരായിരിക്കുമ്പോൾ തന്നെ ന്യായപ്രമാണത്തിലൂടെ അവരുടെ കനാനിലെ സെറ്റിൽമെന്റ് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ദൈവം അവരോട് വളരെ കൃത്യമായി സംസാരിക്കുന്നുണ്ട്. Clear directions were given about their settled life in Canaan. കനാനിൽ എങ്ങനെ അവർ പാർക്കണമെന്ന് വളരെ വളരെ വ്യക്തമായി അവരോട് പറഞ്ഞിട്ടുണ്ട്. ലേവ്യാപുസ്തകം 25-ാം അധ്യായത്തിലൊക്കെ വരുമ്പോ യോവേൽ സംവത്സരവും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്ന് നമുക്കറിയാം. അതിന്റെ 23-ാമത്തെ വാക്യം വായിക്കുമ്പോ ഇങ്ങനെയാണ് നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്: നിങ്ങളുടെ ദേശം നിങ്ങൾ എന്ത് ചെയ്യരുത്, ജന്മം വിൽക്കരുത്. ദേശം അല്ലെങ്കിൽ ലാൻഡ് ഈസ് മൈൻ. നിലമെന്ന് പറയുന്നത് ആരുടേതാണെന്നറിയോ? എന്റേതാ. ദൈവം പറയുക, പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത കനാൻ ദേശം അവകാശമാക്കുവാൻ പോകുന്ന ഇസ്രായേൽ മക്കളോട് ദൈവം പറയുകയാണ്, നിലം എന്റേതാണ്, ലാൻഡ് ഇസ് മൈൻ. എന്നിട്ട് അടുത്ത വാചകം പറയുന്നത് അറിയോ? നിങ്ങൾ എന്റെ സന്നിധിയിൽ അന്യരും വന്നു പാർക്കുന്നവരുമാണ്. നിങ്ങൾ എന്റെ സന്നിധിയിൽ ആരാന്നറിയാമോ? നിങ്ങൾ അന്യരാണ്, നിങ്ങൾ പരദേശികളാണ്, നിങ്ങൾ വന്നു പാർക്കുന്നവരാണ്. വന്നു പാർക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ പ്രോമിസ്ഡ് ലാൻഡ് ഒക്കുപ്പൈ ചെയ്തിട്ട് വലിയ വീടുകൾ പണിത് അവിടെ പാർക്കുമ്പോഴും ദൈവം പറയുകയാണ്, ഈ ഭൂമി എന്ന് പറയുന്നത് നിങ്ങളുടെ ശാശ്വത അവകാശം അല്ല. നിങ്ങളുടെ ശാശ്വത അവകാശം അല്ല. ശാശ്വത അവകാശമാണെങ്കിൽ മാത്രമേ മറ്റൊരാൾക്ക് എന്നേക്കുമായിട്ട് അത് കൈമാറാനായിട്ട് കഴിയുകയുള്ളൂ. അല്പ കടം വന്നിട്ട് കൈമാറേണ്ടി വന്നാലും അതിന് കാലക്രമം വെച്ചിട്ടുണ്ട്. അത് കഴിയുമ്പോൾ ആ വസ്തു ഉടമസ്ഥന്റെ അടുക്കിലേക്ക് പോകും, അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്ന ആളിന്റെ അടുക്കിലേക്ക് പോകും. അതിന്റെ വിശദീകരണത്തിന് ഞാൻ തുനിയുന്നില്ല. എന്ന് പറഞ്ഞാൽ
നിങ്ങളിവിടെ പരദേശികളാണെന്ന്, നിങ്ങളിവിടെ വന്നു പാർക്കുന്നവരാണെന്നുള്ള കാഴ്ചപ്പാട് ഇസ്രായേൽ മക്കളുടെ അകത്ത് നിന്ന് പോകാതിരിക്കേണ്ടതിന് ദൈവം അവർക്ക് മുന്നമേ കൊടുക്കുന്ന നിയമസംഹിത നിങ്ങൾ കണ്ടോ? പഴയ നിയമത്തിന്റെ കാഴ്ചപ്പാട് അതാണെങ്കിൽ പുതിയ നിയമത്തിന്റെ കാഴ്ചപ്പാട് അതിലും എത്രയോ ശ്രേഷ്ഠമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇവിടെ വന്ന് പലതും നമ്മൾ സ്വന്തമാക്കിയിട്ടുണ്ടായിരിക്കും, അവകാശമാക്കിയിട്ടുണ്ടായിരിക്കും, നമ്മുടെ പേരിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഇവിടെ പരദേശികളും വന്നു പാർക്കുന്നവരുമാണ്. ഹല്ലേലൂയ. നമുക്ക് സ്വന്തമെന്ന് പറയുവാൻ, എടുത്തു പറയുവാൻ ഒന്നുമില്ല. ഹല്ലേലൂയ. കാര്യവിചാരകത്വം കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതല്ലാതെ എനിക്ക് സ്വന്തമെന്ന് പറയുവാൻ ഒന്നുമില്ലെന്നുള്ള കാഴ്ചപ്പാട് ഇന്ന് രാത്രി നമ്മുടെ അകത്ത് കയറുവാനിടയായി തീരട്ടെ. The perception of pilgrims, strangers or sojourners, it's a command from the Lord. We have to keep that perception in our lives. It's a command. Number 2, രണ്ടാമത് തിരുവെഴുത്ത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇറ്റ്സ് എ കൺവിക്ഷൻ ഓഫ് ദ സെയിൻസ് ഫോർ ഫാദേഴ്സ്. പൂർവ്വപിതാക്കന്മാരുടെ ഒരു കൺവിക്ഷൻ ആയിരുന്നു, ഒരു നിശ്ചയദാർഢ്യമായിരുന്നു, ഒരു ഉറപ്പായിരുന്നു. അതുകൊണ്ട് എന്താണെന്നറിയാമോ, അവരുടെ അകത്ത് നിറഞ്ഞു നിന്ന് ആ ചിന്ത പലപ്പോഴും അവരുടെ പദപ്രയോഗങ്ങളിലൂടെ, അവരുടെ പാട്ടുകളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. 39-ാം സങ്കീർത്തനത്തിന്റെ അവസാന വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നതെന്നറിയാം, ഞങ്ങളുടെ സകല പിതാക്കന്മാരെയും പോലെ ആരാണെന്നറിയാവോ? അതിഥികളും പരദേശികളുമാണ് ഞങ്ങളുടെ അപ്പന്മാര്. അവരിവിടെ പരദേശികളായിരുന്നു, അവരിവിടെ അതിഥികളെ പോലെ പാർത്തവരായിരുന്നു. അവരെ പോലെ ഞങ്ങളും ഇവിടെ അതിഥികളാണ്, ഇവിടെ പരദേശികളാണെന്ന് സങ്കീർത്തനക്കാരൻ കൺവിക്ഷനാണ് സങ്കീർത്തനത്തിലൂടെ എഴുതുന്നത്. 119-ാം സങ്കീർത്തനത്തിന്റെ 54-ാം വാക്യം നമുക്ക് പരിചയമുള്ളതാ. നമ്മുടെ പല വീടുകളിലും വാക്യം അത് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എന്റെ കീർത്തനമാകുന്നു. സ്വന്തം വീടല്ലേ, മില്യൻ വീടല്ലേ, സ്വന്തം പേരിൽ എഴുതിയിട്ടുള്ളതല്ലേ. പക്ഷെ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പരദേശ പ്രയാണത്തിന്റെ കൂടാരം മാത്രമാണ് അവൻ പാർക്കുന്ന ഇടം എന്ന് പറയുന്നത്. ഇന്ന് രാത്രി ആ കാഴ്ചപ്പാടുള്ള എത്ര ദൈവമക്കളുണ്ട്? ഞാൻ എൻ്റെ പരദേശ പ്രയാണത്തിൽ, നാം പാടിയതുപോലെ, അന്യദേശത്ത് പരദേശിയായി, മന്യതിൽ കൂടാരവാസിയായി. ഓ ഹല്ലേലൂയ. ആ കാഴ്ചപ്പാട് ഇന്ന് രാത്രി നമ്മുടെ അകത്ത് വർദ്ധിക്കുവാനിടയായി തീരട്ടെ. യാക്കോബിന്റെ ചരിത്രം നമുക്കറിയാവല്ലോ ദൈവമക്കളെ. തന്റെ വാർദ്ധക്യ സമയം എന്ന് പറയുന്നത്, ആരംഭ സമയം അല്പം പരിതാപകരമായിരുന്നു. വയസ്സ് എന്ന് വൃദ്ധനായി. അപ്പച്ചൻ പ്രായാധിക്യത്തിൽ ഇരുന്ന് പല കാര്യങ്ങളും സംസാരിക്കുന്നു. അടുത്തിയെന്ന് ചെവി പിടിച്ചാല്, അല്ലെങ്കിൽ കേൾക്കാൻ ശ്രമിച്ചാല് നമുക്ക് കേൾക്കാൻ കഴിയുന്ന ശബ്ദം എന്താണെന്നറിയാവോ? അപ്പച്ചൻ പറയുന്നത്, സകലം എനിക്ക് പ്രതികൂലം, സകലം എനിക്ക് പ്രതികൂലം, സകലം എനിക്ക് പ്രതികൂലം. പിന്നെ പറയുന്നത്, നിങ്ങൾ എൻ്റെ നിറയെ ദുഃഖത്തോടെ പാതാളത്തിലോട്ടിറക്കും, പാതാളത്തിലോട്ടിറക്കും. പുള്ളി ഇതും പറഞ്ഞുകൊണ്ടായിരിക്കും. എൻ്റെ ഭാവനയാ പറയുന്നേ, അങ്ങനെ ആകണമെന്നില്ല. വിഷയസംബന്ധമായി ഞാൻ എൻ്റെ ഭാവന പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ പുള്ളി പ്രതികൂലവും കണ്ട് പാതാളത്തിലോട്ട് ഇറങ്ങിപ്പോകുന്നതും കണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയമാണ്. എന്നാൽ നമുക്ക് തിരുവെഴുത്തിൽ വായിക്കാൻ കഴിയുന്നത്, യോസേഫ് അയച്ച രഥം കണ്ടപ്പം യാക്കോബിന് വീണ്ടും ഒരു ചൈതന്യം വന്നു. ഇന്ന് രാത്രി പ്രധാന ചിന്തയല്ലെങ്കിലും ഇടയ്ക്കുള്ള ചിന്തയായതുകൊണ്ട് ഒരു ചൈതന്യത്തിന്റെ ആവശ്യകത ഈ രാത്രിയുള്ള ആരെങ്കിലും എൻ്റെ വാക്കുകളെ കേൾക്കുന്നുവെങ്കിൽ, ഒരു നവ ചൈതന്യം നിന്നിൽ പകരാൻ, ഒരു പുതു ചൈതന്യം നിന്നിൽ പകരാൻ, ഒരു പുതുകൃപ നിന്നിൽ പകരാൻ, പുതുശക്തിയോടെ നിന്റെ ചുവടുകളെ വരും ദിവസങ്ങളെ മുന്നോട്ട് വയ്ക്കുവാൻ, നിന്നെ പ്രാപ്തനാക്കുവാൻ, പ്രാപ്തയാക്കുവാൻ എന്റെ ദൈവത്തിന്റെ വചനത്തിന്റെ വ്യാപാര ശക്തി ഇന്ന് രാത്രി മതിയായതാണെന്ന് ദൈവത്തിന്റെ ആത്മാവിൽ വിളിച്ചു പറയുമ്പോൾ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ചൈതന്യം വന്നപ്പം ഞാൻ പോകും, എൻ്റെ മകനെ കാണുമെന്ന് പറഞ്ഞ് യാക്കോബ് ഒരു യാത്ര ചെയ്തു. വിശദീകരിക്കുന്നില്ല, വിഷയങ്ങൾ പ്രധാന കാര്യത്തിലേക്ക് വരാം. എന്നിട്ട് നേരെ പുള്ളി ചെല്ലുന്നത് എന്താണെന്നറിയാവോ? എങ്ങോട്ടാ പോകുന്നതെന്നറിയാവോ?
നേരെ ഫറവോന്റെ കൊട്ടാരത്തിലോട്ട് അങ്ങോട്ട് കയറി ചെന്നു. ഫറവോന്റെ കൊട്ടാരത്തിലോട്ട് ചെന്നപ്പോ താൻ ചെയ്ത പ്രവൃത്തി എന്തെന്നറിയാമോ? താൻ ഫറവോനെ അനുഗ്രഹിച്ചു. ഫറവോനെ താൻ അനുഗ്രഹിച്ചു. ഞാൻ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, അന്ന് വരെ ഫറവോനെ ആരും കയറി അനുഗ്രഹിച്ചിട്ടില്ല. മിസ്രയീമിലെ ദൈവം ഫറവോൻ എന്ന് പറഞ്ഞാൽ അവൻ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നതല്ലാതെ അവനെ ആരും കയറി അനുഗ്രഹിക്കത്തില്ല. പക്ഷേ ഈ അപ്പച്ചൻ അങ്ങോട്ട് ചെന്നേച്ച് ഫറവോനെ അങ്ങ് അനുഗ്രഹിച്ചു. ആ അനുഗ്രഹവും ആ ശബ്ദവും ആ ഭാവവും എല്ലാം കണ്ടിട്ട് ഇവിടെയുള്ള ദൈവദാസന്മാർ പലരെയും അനുഗ്രഹിച്ചിട്ടുണ്ട്. ഒരുപാട് പേരുടെ തലയിൽ കൈവച്ച് അനുഗ്രഹം നൽകിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ അവരോട് ചോദിച്ചിട്ടില്ലാത്തൊരു ചോദ്യം ഫറവോൻ കയറി യാക്കോബിനോട് ചോദിച്ചു. എന്തോ ചോദിച്ചതെന്നറിയാം? നമ്മളീ പലർക്കും ആ ചോദ്യം ഇഷ്ടമല്ലാത്ത ചോദ്യം. ഒറ്റ ചോദ്യം, ഹൗ ഓൾഡ് ആർ യു? അപ്പച്ചാ വയസ്സെത്രണ്ടെന്ന് ചോദിച്ചു. നമ്മളോട് സാധാരണ വയസ്സ് ചോദിച്ചാൽ ഒരു തപ്പലോടുകൂടെ ആണെങ്കിലും നമ്മുടെ ഏജ് അങ്ങ് പറയുമല്ലോ. 85 എന്നോ 90 എന്നോ ഒക്കെ അങ്ങനെ ഏജ് പറയും. പക്ഷെ ഈ അപ്പച്ചൻ്റെ ആ പദപ്രയോഗത്തിൽ ഒരു വലിയ വ്യത്യാസമുണ്ട്. ഇത്രയും പറഞ്ഞാൽ മതിയായിരുന്നു, എനിക്ക് 127 വയസ്സായെന്നങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. നമ്മളന്ന് അങ്ങനെയല്ലേ പറയത്തുള്ളൂ, ഐ ആം 127 years old. പക്ഷേ അപ്പച്ചൻ പറഞ്ഞപ്പോൾ എന്തോ കൂടെ പറഞ്ഞെന്നറിയാമോ? എൻ്റെ പരദേശ പ്രയാണത്തിൻ്റെ കാലം 127 സംവത്സരം. മാനുവൽ ബ്രദറെ എങ്ങനെ കിട്ടി ഈ പരദേശ പ്രയാണം എന്നൊക്കെയുള്ള പദപ്രയോഗം? എൻ്റെ വിശ്വാസം ഞാനങ്ങ് പറയാം. വല്യപ്പച്ചനോടുകൂടെ കുറച്ച് വർഷം പുള്ളി പാർത്തായിരുന്നു. എത്ര വർഷമാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ? കൺവെൻഷൻ ആണെന്ന് എനിക്കറിയാം, എന്നാലും സഭായോഗമോ സൺഡേ സ്കൂളോ അല്ല. എന്നാലും നിങ്ങളുടെ ചിന്തകളെ ഒന്ന് തൊട്ടുണർത്തുക. ഈ വല്യപ്പച്ചനും കൊച്ചുമോനും കൂടെ ഇവിടെ അങ്ങനെ ഒത്തിരി ഭാഗ്യം പലർക്കും കിട്ടുന്നുണ്ട്. വല്യപ്പച്ചന്മാരും വല്യമ്മച്ചും കുറച്ചു കാലത്തേക്ക് ഉള്ളെങ്കിലും അങ്ങനെ കിട്ടുന്നുണ്ട്. എന്ന് പറയുന്ന പോലെ കുറച്ചു കാലം കിട്ടിയായിരുന്നു ഈ അപ്പച്ചനും കൊച്ചുമോനും. ഒരു 15 കൊല്ലം. ഈ 15 കൊല്ലം പണ്ട് നമ്മുടെ നാട്ടിലുള്ളത് പോലെ അപ്പച്ചൻ വൈകിട്ടൊക്കെ കൊച്ചുമോനെയും കൈക്ക് പിടിച്ചോണ്ട് ഇങ്ങനെ ഈ കൂടാരങ്ങൾ അടിച്ചു കിടക്കുമല്ലോ, ദേശം നിറഞ്ഞു കിടക്കുമല്ലയോ. ആ കൂടാരത്തിന്റെ ഇടയിലൂടെ ഒക്കെ, സമ്പത്തുകളുടെ ഇടയിലൂടെ ഒക്കെ, ആടുമാടുകളുടെ ഇടയിലൂടെ ഒക്കെ കൊച്ചുമോനെയും കൊണ്ട് നടന്നു പോകുന്ന ഉടനെ കൊച്ചുമോനോട് പറയും, മോനെ ഈ നിരന്ന് കിടക്കുന്ന സമ്പത്തെല്ലാം നീ കണ്ടോ? ഇതെല്ലാം ദൈവം നമുക്ക് തന്നതാ. പക്ഷെ ഇതൊന്നും നമുക്ക് ശാശ്വതമല്ല. ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. മോനങ്ങ് തല ഉയർത്തി അങ്ങോട്ട് നോക്ക്, കാണാൻ ബുദ്ധിമുട്ടാ. എന്നാൽ അപ്പച്ചൻ ഒരു കാര്യം പറയാം, നമ്മളിവിടെ പരദേശ പ്രയാണത്തിലാ. നമുക്ക് നിത്യമായൊരു ഭവനം, അടിസ്ഥാനങ്ങളുള്ള ഒരു നഗരം നമ്മുടെ അപ്പച്ചൻ ഒരുക്കുന്നുണ്ടെന്ന് കൊച്ചുമോനോട് വല്യപ്പൻ പറഞ്ഞു കൊടുത്ത ദൂതിന്റെ പ്രതിഫലനമാ. വാർദ്ധക്യത്തിലും ഫറവോന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് പറയുകയാ, എന്റെ പരദേശ പ്രയാണം. അപ്പച്ചന്മാരോടും അമ്മച്ചിമാരോടും ഞാൻ പറയാ, അധിക സമയമൊന്നും കൊച്ചുമക്കളെ കൈ കിട്ടത്തില്ലല്ലോ. ഇവിടെ മാത്രമല്ല, എങ്ങും കിട്ടത്തില്ല. 10 ദിവസമേ കിട്ടിയുള്ളെങ്കിലും 10 മാസമേ കിട്ടിയുള്ളെങ്കിലും അവരുടെ അകത്തിടാനുള്ള ദൈവശബ്ദം, ദൈവാലോചന, ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് അകത്തൊന്ന് പകർന്നു കൊടുക്കുവാൻ കഴിയുമെങ്കിൽ ഹല്ലേലൂയ. നിങ്ങളുടെ കണ്ണടഞ്ഞു പോയാലും, കാലങ്ങൾ മാറി വന്നാലും, തലമുറകൾ പിന്നത്തേതിൽ കാഴ്ചപ്പാടോടുകൂടെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത് കാണുവാൻ ദൈവം കൃപ ചെയ്യുമെന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്. നമ്മൾ പലരും ഇന്ന് രാത്രി ഈ കൃപയിലായിരിക്കുന്നതിന്റെ മൂലകാരണം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ബാല്യകാലങ്ങളിൽ മാതാപിതാക്കളിലൂടെ, അപ്പച്ചന്മാരിലൂടെ, അമ്മച്ചിമാരിലൂടെ, അനുഗ്രഹീതരായ ദൈവദാസന്മാരിലൂടെയൊക്കെ നമ്മുടെ അകത്ത് പകരപ്പെട്ട ദൈവത്തിന്റെ വചനത്തിന്റെ വിത്തുകളും ആലോചനകളുമാണ്. അതിന്നും ഫലം കായ്ച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. The perception of this world as an inn, ഒരു സത്രം എന്നുള്ള നിലയിൽ ഈ ലോകത്തെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്, it's a command from the Lord and it is a conviction in our hearts. നമ്മുടെ ഹൃദയത്തിലുള്ള ഒരു വലിയ നിശ്ചയദാർഢ്യമാണ്. മൂന്നാമതായിട്ട് ആ ചിന്തയെന്ന് പറയുന്നത്,
ഇറ്റ്സ് എ കൺഫെഷൻ ഓഫ് ദ ഫോർമർ സെയിൻസ്. പൂർവകാല വിശുദ്ധന്മാരുടെ ഒരു ഏറ്റുപറച്ചിലായിരുന്നു. സോ ഇറ്റ്സ് എ കമാൻഡ്, ഇറ്റ്സ് എ കൺവിക്ഷൻ, ആൻഡ് thirdly it is a confession. So whatever is our conviction, we should confess it before others. നമ്മുടെ കൺവിക്ഷൻസ് ഉണ്ടല്ലോ, നമ്മുടെ അകത്ത് പൂട്ടി വെച്ചുകൊണ്ടിരിക്കാനുള്ളതല്ല. നമ്മുടെ ഓരോ കൺവിക്ഷൻസും നമ്മൾ പരസ്യമാക്കാനുള്ളതാ, മറ്റുള്ളവരോട് പറയാനുള്ളതാ. അതാണ് നമ്മുടെ സാക്ഷ്യം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ സാക്ഷ്യം എന്ന് പറയുന്നത്. സങ്കീർത്തനത്തിലൂടെ അത് വെളിപ്പെടുത്തി അതേ ദാവീദ്. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 29-ാം അധ്യായം നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു, ദാവീദിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു ആലയം പണിയണം. പക്ഷേ ദൈവം പറഞ്ഞു, നീ പണിയണ്ട, നിന്റെ മോനെ കൊണ്ട് ഞാൻ പണിയിപ്പിക്കാം. നമ്മളായിരുന്നേ ആമേൻ സ്തോത്രം എന്ന് പറഞ്ഞു വെച്ചാൽ കട്ടയം പടം മടക്കുക എന്നൊക്കെ നാട്ടിലൊരു പറച്ചിലുണ്ടല്ലേ ദൈവദാസന്. കട്ടയം പടമൊക്കെ മടക്കി ദൈവത്തിന് വേണ്ട, എനിക്കും വേണ്ട. നമ്മുടെ ഇടയിൽ അങ്ങനെ ഉണ്ടല്ലോ, പാസ്റ്റർക്ക് വേണ്ട പിന്നെ ആർക്കാ വേണ്ടിയെന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ. ദൈവം വേണ്ട എന്ന് പറഞ്ഞിട്ടും ദാവീദ് പണി നിർത്തിയില്ല. തന്നെ കൊണ്ട് എവിടെ വരെ ചെയ്യാൻ പറ്റുമോ ആ അറ്റം വരെ ചെയ്തു. ആ അറ്റം വരെ, അതിക്രമമൊന്നും കാണിക്കാൻ പോയില്ല, ആ അറ്റം വരെ കാര്യങ്ങൾ ചെയ്തു. അനവധിയായ പൊന്നും വെള്ളിയും മറ്റെല്ലാ സാധനങ്ങളും ഒരുക്കി ദാവീദ് കളക്ട് ചെയ്ത് കൂടാതെ തന്റെ ഭണ്ഡാരം കൊണ്ട് തുറന്നു. അതിനകത്ത് നിന്നെല്ലാം കൊടുക്കാവുന്ന മുഴുവൻ കൊടുത്തു. എന്നിട്ട് പ്രഭുക്കന്മാരോടും സഹസ്രാധിപന്മാരോടും ശതാധിപന്മാരോടും ഒക്കെ കൊടുക്കാൻ പറഞ്ഞു. അവരെല്ലാവരും മനസ്സോടെ കൊണ്ടുവന്നു. സമ്പത്ത് കുന്നുകൂടി മുന്നിൽ കിടക്കുക, പൊന്നും വെള്ളിയും മറ്റെല്ലാം കുന്നുകണക്കിന് കിടക്കുക. കുന്നുകണക്കിന് കൂട്ടിക്കൊണ്ടുവന്നപ്പം ഇത്രയൊക്കെ ചെയ്യാൻ എനിക്ക് പറ്റിയല്ലോ എന്ന് പറഞ്ഞ് ദാവീദ് കോളർ പിടിച്ചില്ല. ചില പുള്ളികളൊക്കെ ആണെങ്കിൽ ഒരു കൊച്ചു കാര്യം മതി, പിന്നെ അങ്ങ് കോളർ പിടുത്തം തുടങ്ങും. നമ്മുടെ നാട്ടിലെ ഈ കുഞ്ഞിക്കോഴിയുടെ കൂട്ടാ, കൊച്ചൊരു മുട്ടയിടും, പിന്നെ നാട്ടുകാരെ മുഴുവൻ അങ്ങ് വിളിച്ചറിയിക്കും, ഞാൻ മുട്ടയിട്ടേ എന്ന് അല്ലേ. വലിയ മുട്ടയിടുന്ന ഒട്ടകപ്പക്ഷിയാണെങ്കിൽ അത് കാലുകൊണ്ട് മണ്ണങ്ങോട്ട് മാറ്റിയിട്ട് അതതിൻ്റെ പാട്ടിന് പോകും. അതിന് മുട്ടയിട്ടെന്ന് ആരും അറിയുന്നതേ ഇഷ്ടമല്ല. പക്ഷേ കൊച്ചുകോഴി ഒരു മുട്ടയിട്ടാൽ ഇനി അറിയാൻ നാട്ടുകാരും ഇല്ല. നിങ്ങളൊന്നും അങ്ങനെ അല്ലാത്തതിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം. അപ്പൊ ദാവീദ് ഞാൻ ഇത്രയും പണിയൊക്കെ ഒപ്പിച്ചെന്നൊന്നുമല്ല പറയുന്നേ. നേരെ മറിച്ച് എന്താണെന്നറിയാവോ, ദൈവമുമ്പാകെ പറയുന്നത്, ഇത്രയൊക്കെ കൊടുക്കാൻ, ഇത്രയൊക്കെ കൊണ്ടുവരാൻ ഞാൻ ആരാ, ഞങ്ങളാരാ? നിങ്ങൾ പലരും ദൈവനാമത്തിന് ഒത്തിരി ചെയ്യുന്നവരാ, എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം ഇന്ന് രാത്രി മറക്കരുത്, നിങ്ങളല്ല ചെയ്യുന്നത്. God is the source. God is your source. You may have a lot of resources. Once again, I would like to remind you, you may have a lot of resources by the grace of God, but God is the source. എൻ്റെ ദൈവം മാത്രമാണ്. എനിക്ക് ജോലി ഉണ്ടാകാം, എനിക്ക് ബിസിനസ് ഉണ്ടാകാം, എന്റെ കുഞ്ഞുങ്ങൾ നല്ല നിലയിലാകാം, പക്ഷെ അതൊന്നുമല്ല എന്റെ സോഴ്സ്. അതൊക്കെ ദൈവം തുറന്നു തന്ന റിസോഴ്സസ് ആണ്. എന്റെ ദൈവമാണ് എന്റെ സോഴ്സ്. ഇടയ്ക്ക് കയറി അങ്ങ് പറയട്ടെ, റിസോഴ്സസ് ഒക്കെ ഇടയ്ക്ക് പറ്റിപ്പോയാലും കെരീത്ത് പറ്റിയതുപോലെ കാക്കയുടെ വരവ് നിന്നതുപോലെ നിന്റെ റിസോഴ്സസ് ഒരുപക്ഷെ അസ്തമിച്ചു പോയാലും നിന്റെ സോഴ്സ് അവിടെയുള്ള കാലത്തോളം ഹല്ലേലൂയ അടുത്ത ഒരു സാരഭത്ത് നിനക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കും. ആരോടോ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ശബ്ദമാണ്, വറ്റി വരുന്ന തോടിനെ നോക്കി വരാത്ത കാക്കയെ നോക്കി പരിതപിച്ചിരിക്കേണ്ട കാര്യമില്ല. ദൈവശബ്ദത്തിന് നിന്റെ കാതുകളെ തുറക്കുമെങ്കിൽ നിനക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന സാരഭത്ത് കാണുവാൻ ഇന്ന് രാത്രി നിന്റെ കണ്ണുകൾ തുറക്കപ്പെടുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരോട് പറയുകയാണ്. ഹല്ലേലൂയ. ദൈവമുമ്പാകെ കൈമലർത്തി പറയുകയാ, യു ആർ അവർ സോഴ്സ്. നിന്നിൽ നിന്ന് വാങ്ങിച്ച് നിനക്ക് തന്നതല്ലാതെ കൊടുക്കുന്നതിന്റെ കണക്ക് പലപ്പോഴും നമ്മൾ പറയുമ്പം, നിങ്ങൾ എനിക്കൊരു 100 രൂപ തന്നു, ഞാൻ അതിൽ നിന്ന് 90 എടുത്തേച്ച് 10 നിങ്ങൾക്ക് തന്നേച്ച്, കണ്ടോ ഞാൻ 10 കൊടുത്തു. ഇതാ നമ്മുടെ ഗമയെന്ന് പറയും. ഈ നിലയിലാ പലപ്പോഴും നമ്മൾ. പക്ഷെ ദാവീദിന് ആ കാഴ്ചപ്പാടുണ്ടായി. ഞാൻ അത് പറയാനല്ല വന്നത്, എങ്കിലും ഇടയ്ക്ക് നമ്മോടുള്ള സന്ദേശങ്ങൾ ചേർത്തങ്ങ് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ.
ദൈവം നിന്നിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചു നിനക്ക് തരുന്നു എന്നുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞേച്ച് താൻ 15-ാമത്തെ വാക്യത്തിലൊക്കെ പറയുന്നതറിയാമോ? ഞങ്ങൾ നിന്റെ സന്നിധിയില് സകല പിതാക്കന്മാരെ പോലെ അന്യരും പരദേശികളുമാണ്, അതിഥികളും പരദേശികളും. We are just strangers, sojourners, pilgrims. That is his confession. He was confessing it before the people. ദൈവമുമ്പാകെ കൈമലർത്തി ജനത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് തന്റെ കൺവിക്ഷൻ താൻ കൺഫസ് ചെയ്യുന്നത്. നമുക്കറിയാം, എബ്രായ ലേഖനം 11-ാം അധ്യായം നമുക്ക് വളരെ പരിചയമുള്ള അധ്യായമാണല്ലോ. അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാ വായിക്കുന്നത്. 13-ാമത്തെ വാക്യത്തിൽ ഇവരെല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ എന്തോ എന്നറിയാവോ? അവരെന്നാ ചെയ്തു? അവരൊരു സാക്ഷ്യം പറഞ്ഞു. നമ്മുടെയൊക്കെ സാക്ഷ്യത്തെ സാധാരണ ഇല്ലാത്തൊരു വാചകം. നമുക്ക് അങ്ങനെ അധിക സാക്ഷ്യം പറയാൻ അവസരം ഈ കാലഘട്ടത്തിൽ ഇല്ല. പണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് പ്രെയർ സബ്ജക്റ്റ് ആൻഡ് പ്രൈസ് റിപ്പോർട്ട് വേഗത്തിൽ പറയാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇടയോഗത്തിന് മാത്രം. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നമുക്കുണ്ട്. സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ സംതൃപ്തരാണ്. എന്നാൽ ഇവിടെ ഒരു കൂട്ടം ഭക്തന്മാരെ കുറിച്ച് പറയുകയാ. ഇവരെല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചില്ല. അവർ ദൂരത്ത് നിന്ന് കണ്ടു, അഭിവന്ദിച്ചു. എന്നിട്ട് അവർ സാക്ഷ്യം പറഞ്ഞു. ഇങ്ങനത്തെ സാക്ഷ്യം പറയണമെങ്കിൽ അകക്കണ്ണ് തുറന്ന് അക്കരെയുള്ളത് കാണണം. ചുമ്മാ അതൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. ഹല്ലേലൂയ. ദൂരത്ത് നിന്ന് കണ്ട് അഭിവന്ദിച്ചു. എന്നിട്ടൊരു സാക്ഷ്യം പറഞ്ഞു. തങ്ങൾ ആരാണെന്നറിയാമോ? ഭൂമിയിൽ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞിട്ട് വിശ്വാസത്തിൽ മരിച്ചു. They died in their faith with a confession and testimony. സാക്ഷ്യവും അവരുടെ ഏറ്റുപറച്ചിലും അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ ആരാണെന്നറിയാമോ? ഞങ്ങൾ ഭൂമിയില് അന്യരാണ്, ഞങ്ങൾ പരദേശികളാണ്. വിശ്വാസവീരന്മാർ ഒത്തൊരുമിച്ച് ഏറ്റുപറഞ്ഞ ശബ്ദമാ പറയുന്നത്, ഞങ്ങൾ അന്യരാണ്, ഞങ്ങൾ പരദേശികളാണ്. ഹല്ലേലൂയ. അത് ഏറ്റുപറയുന്നതിൽ ഒരു മടിയും നമ്മൾ കാണിക്കരുത്. നമ്മളെക്കാൾ ശ്രേഷ്ഠരായ വിശ്വാസ വീരന്മാർക്ക് അത് ഏറ്റുപറയുവാൻ കഴിഞ്ഞെങ്കിൽ എത്രയധികമായി ഏറ്റുപറയുന്നവരായിരിക്കണം നമ്മൾ ഓരോരുത്തരും. പഴയ നിയമ ഭക്തന്മാർക്ക് തങ്ങൾ ഭൂമിയിൽ അന്യരാണെന്ന് പരദേശികളാണെന്ന് ഏറ്റുപറയുവാൻ പ്രാഗൽഭ്യമുണ്ടായിരുന്നെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന പുതിയ നിയമ വിശുദ്ധന്മാരെ, വിശുദ്ധമതികളെ എത്രയധികം പ്രാഗൽഭ്യത്തോടെ ഇന്ന് രാത്രി നാം വിളിച്ചു പറയണോ, we are pilgrims and sojourners in this world. Praise the Lord. Let it be our confession. Number 4, നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് it's a commitment also. It's a commitment also. അത് നമ്മുടെ ഒരു സമർപ്പണത്തിന്റെ ആഴം കൂടെയാണ്. ഒരു സമർപ്പണത്തിന്റെ ആഴം കൂടെയാണ്. We need that commitment in our lives. As a commandment we take it. As a conviction we hold it in our hands. As a confession we proclaim it with our mouth. But we need a deep commitment towards this conviction. എന്തെന്നറിയാമോ? 13-ാം അധ്യായ വാക്യത്തിൽ എബ്രായ ലേഖനം 11:13 ഞാൻ പറഞ്ഞു. 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഇങ്ങനെ പറയുന്നവർ, എങ്ങനെ പറയുന്നവർ? ഞങ്ങൾ ഭൂമിയിൽ അന്യരാണെന്ന് പരദേശികളാണെന്ന് ഏറ്റുപറയുന്നവർ. അവരെന്നാ പറയുന്നതെന്നറിയാം? ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. ഒരു പിതൃദേശത്തിന്റെ അന്വേഷണത്തിലാണ് അവര്. എന്ന് പറഞ്ഞാൽ അവർക്കറിയാം ഒരപ്പന്റെ വീട് അവർക്ക് അവകാശമായിട്ടുണ്ടെന്ന്, ഒരു സ്വന്തം ദേശം അവർക്ക് അവകാശമായിട്ടുണ്ടെന്ന്. അവരെ കുറിച്ച് പറയുന്നത്, അവർ വിട്ടുപോകുന്നതിനെ ഓർത്തിരുന്നുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നു. വിട്ടുപോകുന്നതിനെ തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ എന്നാ പൊക്കളയാമെന്നൊക്കെ ചിന്തിക്കാനുള്ള സാധ്യതകളൊക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെന്നേ. ജീവിതത്തിൽ വഴിമുട്ടിയതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അടുത്ത ചുവട് കാണാൻ കഴിയാത്ത അവസ്ഥകളും അവസരങ്ങളും ഒക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും തിരിഞ്ഞു നടക്കാമെന്ന്, പിന്തിരിയാമെന്ന് അവിടെ ഹൃദയത്തിനകത്ത് ഒരു ലാഞ്ചന പോലും വന്നിട്ടില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, സമൃദ്ധിയുടെ രാജ്യത്താണ് നീ ജീവിക്കുന്നതെങ്കിലും പലപ്പോഴും വഴിമുട്ടിയ ജീവിത അനുഭവങ്ങൾ, അടുത്ത ചുവടെടുത്ത് വെക്കുവാൻ കഴിയാത്ത കാണാത്ത അവസ്ഥകൾ, അവസരങ്ങളൊക്കെ വന്നാലും
ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി, വിശ്വാസത്തിനു വേണ്ടി, സത്യത്തിനു വേണ്ടി, പ്രത്യാശ നാടിനു വേണ്ടി ഞാൻ മുന്നോട്ടെടുത്തു വച്ച എന്റെ ചുവടുകൾ പിന്നോട്ട് വെക്കയില്ലെന്ന് ഇന്ന് രാത്രി നിശ്ചയമുള്ള എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? ഹല്ലേലൂയ. മടങ്ങിപ്പോകുവാനിടയുണ്ടായിരുന്നുവല്ലോ, എന്നാൽ അവരെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാം? അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. That is their commitment. അതാണ് അവരുടെ സമർപ്പണം എന്ന് പറയുന്നത്. അവർക്ക് അധികം നല്ലതിനെ കുറിച്ചുള്ള ആഴമേറിയ ബോധ്യം ഉണ്ടായിരുന്നു. ദൈവമക്കളോട് ഞാൻ പറയാം, നല്ലതിനെ തിരഞ്ഞു പോയാൽ പലതിന്റെയും പുറകെ നമ്മൾ പോകും. എന്നാൽ അധികം നല്ലതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് കിട്ടിയാൽ പിന്നുണ്ടല്ലോ, ദൈവികമായതിനെ വിട്ട് ഒരു ആണുവിട പോലും ചലിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും ഇടയായി തീരുകയില്ല. Praise the Lord. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. അടുത്ത വാക്യം നമുക്ക് സന്തോഷം നൽകുന്നതാ. ഹല്ലേലൂയ. ഞാനും നിങ്ങളും എന്റെ ദൈവമേ എന്ന് വിളിക്കുമ്പം ഞാൻ നിന്റെ ദൈവമാണെന്ന് സ്വർഗം പ്രതികരിക്കുന്ന ഒരു അനുഭവമുണ്ട്. നമുക്കിവിടെ ഇരുന്ന് ഇന്ന് രാത്രി മൈ ഗോഡ് എന്ന് വിളിക്കുമ്പോൾ, ഹല്ലേലൂയ, ഉയരത്തിൽ നിന്നൊരു ശബ്ദം നമ്മുടെ അകത്ത് മുഴങ്ങണം. I am your God. Hallelujah. I am the God of Abraham. I am the God of Isaac. I am the God of Jacob. And I am your God too. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവനവർക്ക് ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. What a glorious hope we have. നമുക്കായിട്ടൊരു നഗരം ഒരുങ്ങുന്നത്. ഓ ഹല്ലേലൂയ. ആ നഗരത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് നമ്മുടെ അകത്ത് കയറുമ്പോഴാണ് ഇവിടുത്തെ നഗരം എത്ര വലിയതാണെങ്കിലും, ഇവിടുത്തെ രാജ്യം എത്ര ശ്രേഷ്ഠമാണെങ്കിലും വെറും സത്രമാണിതെന്ന്, ഹല്ലേലൂയ, നല്ല പഴയ മലയാള ഭാഷയിൽ പറഞ്ഞാൽ വഴിയമ്പലമാണ്. പണ്ടത്തെ വഴിയമ്പലം കണ്ടിട്ടുള്ള ആളുകൾ ഉണ്ടല്ലോ ഇവിടെ അല്ലേ? ശാശ്വതവാസത്തിന് ഉള്ളതൊന്നും അവിടെ ഇല്ലല്ലോ. സ്ഥിരതാമസത്തിനുള്ള സൗകര്യമൊന്നും സത്ര വഴിയമ്പലത്തിലില്ലല്ലോ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കർത്താവിനെ ഇന്ന് രാത്രി സ്തുതിക്കുകയാണ്. ദിസ് പെർസെപ്ഷൻ ഓഫ് ദ വേൾഡ് ആസ് എ സ്ട്രേഞ്ച് പ്ലേസ്, ഒരു പരദേശ പ്രയാണത്തിന്റെ സ്ഥലം മാത്രമാണ് ഈ ഭൂവാസമെന്ന്, ഭൂമിയിലെ ജീവിതമെന്ന് ഒരു വലിയ കാഴ്ചപ്പാട്. Take it as a commandment. Hold it as a conviction. Pronounce it as a confession. Take it as a dedication in our hearts. നമ്മുടെ ഹൃദയത്തിനകത്തെ ഒരു സമർപ്പണമായിട്ട് നമുക്കത് കാത്തു സൂക്ഷിക്കാനിടയായി തീരണം. ചേഞ്ച് ഓഫ് അവർ പെർസെപ്ഷൻ. രണ്ടാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഇന്ന് രാത്രിയിലെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കാഴ്ചപ്പാടിന് ഈ ലോകത്തോടുള്ള ബന്ധത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്നതോടൊപ്പം തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നിത്യതയുടെ കാഴ്ചപ്പാട് നമ്മുടെ അകത്ത് കൊണ്ടുവരേണ്ട ചിന്ത എന്താണെന്നറിയാമോ? നാം ഈ മരുപ്രയാണത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ പ്രവൃത്തികളും ഓരോ വാക്കുകളും നിത്യതയിൽ നിലനിൽക്കുന്ന പ്രതിഫലനങ്ങളെ ഉളവാക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ വേണം നമ്മൾ ജീവിക്കുവാനായിട്ട്. നിങ്ങൾ എന്നോടുകൂടെ വരണം. സാധാരണ നിലയിൽ നാം നമ്മുടെ ജീവിതം, വിശ്വാസ ജീവിതം നമ്മൾ നയിക്കുന്നു. പലപ്പോഴും ചിന്തയോടുകൂടെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, ചിന്തയില്ലാതെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ വാക്കാകട്ടെ, നമ്മുടെ പ്രവൃത്തിയാകട്ടെ, അതിനൊരു പ്രതിഫലനം നിത്യതയിൽ ഉണ്ടാകുമെന്നുള്ള ബോധ്യം
ഓരോ അവസരത്തിലും നമ്മുടെ അകത്തുണ്ടാകണം എന്ന് പറഞ്ഞാൽ, whatever we do, whatever we say, we are sowing a seed and we are going to reap the result. ആ കാഴ്ചപ്പാടുള്ള എത്ര പ്രിയപ്പെട്ടവരുണ്ട്? whatever I do, whatever I say, even whatever I think, I will have to reap the result of it. നമ്മുടെ കർത്താവ് പറഞ്ഞല്ലോ, ഒരു പാനപാത്രം വെള്ളം കുടിക്കാൻ കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ടാകാതെ പോകയില്ല. നമ്മൾ ആരാ? ഹൂ കെയർസ് എ ബോട്ടിൽ ഓഫ് വാട്ടർ? ഇൻ അവർ കോണ്ടെക്സ്റ്റ്, നമ്മുടെ ഈ കോണ്ടെക്സ്റ്റില് ഒരു ഗ്ലാസ് വെള്ളത്തിന് നമ്മൾ വല്ല വിലയും കൊടുക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ, നമ്മൾ പരിഗണിക്കാതെ വിടുന്ന വിഷയത്തിന്റെ മേൽ പോലും പ്രിയപ്പെട്ടവരെ ഒരു പ്രതിഫലനം നിത്യതയിൽ വരെ ഉണ്ടാകുമെന്നുള്ളത്, ഇവിടെ മാത്രമല്ല നിത്യതയിൽ വരെ ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ ഇന്ന് മനസ്സിലാക്കുവാൻ ഇടയായി തീരണം. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ നമ്മുടെ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാരവാക്കിനും, നീണ്ട പ്രസംഗത്തിനല്ല, അതിനില്ലെന്നല്ല പറയുന്നേ, ഏത് നിസ്സാര വാക്കുകൾക്കും ന്യായവിധി ദിവസത്തിൽ എന്ത് ചെയ്യേണ്ടി വരും? കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ശ്രദ്ധിക്കുക, ഗലാത്യ ലേഖനക്കാരൻ അതുകൊണ്ട് പറയുന്നത് എന്തെന്നറിയാമോ? മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. whatever we sow we reap. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തില് നമ്മുടെ കർത്താവ് വളരെ മനോഹരമായ നിലയിൽ ദൈവരാജ്യം സംബന്ധിച്ചുള്ള ഉപമകളിൽ അത് സംസാരിക്കുന്നുണ്ട്. ഒരു കൂട്ടം ആളുകളെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുന്നത്, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണാൻ വന്നില്ല. ഇതെല്ലാം കർത്താവ് പറഞ്ഞിട്ട് അവരുടെ ചോദ്യം, ഞങ്ങൾ എപ്പോഴാ നിന്നെ ഇങ്ങനെയൊക്കെ കണ്ടേ? കർത്താവേ, നിന്നെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ കണ്ടായിരുന്നെങ്കിൽ, അയ്യോ, ഞങ്ങൾ എല്ലാവർക്കും ചെയ്യുന്നതിനേക്കാൾ എത്ര ശ്രേഷ്ഠകരമായിട്ട് നിനക്ക് വേണ്ടി ചെയ്യുമായിരുന്നു. ഞങ്ങൾ അതിന് തയ്യാറായിരുന്നു. കർത്താവിന്റെ വാക്കുകൾ എന്ന് പറയുന്നത്, ഈ ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യാതെ ഇരുന്നിടത്തോളം എനിക്കാകുന്നു ചെയ്യാതെ ഇരുന്നത്. മറ്റൊരു കൂട്ടരോട് പറയുന്നത്, ഞങ്ങൾ എപ്പോ ചെയ്തു? ഒരു കൂട്ടം ആളുകൾ ചോദിക്കുന്നത്, ഞങ്ങൾ എപ്പോൾ അങ്ങനെ കണ്ടു? മറ്റൊരു കൂട്ടർ ചോദിക്കുന്നത്, എപ്പോഴാ ഞങ്ങൾ ഇത് ചെയ്തത്? ഈ ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എനിക്കാകുന്നു ചെയ്തത് എന്ന് കർത്താവ് പറയുകയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, അവസരങ്ങളില്ലെന്ന് പറഞ്ഞ് ഒഴിവ് കഴിവ് പറയുവാൻ എനിക്ക് നിങ്ങൾക്ക് അവകാശമില്ല. ഒരുപക്ഷെ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ പലപ്പോഴും നമ്മൾ പരിശ്രമിച്ചാലും എനിക്ക് നിങ്ങൾക്കും രക്ഷപ്പെടുവാൻ കഴിയാത്ത നിലയിൽ അവസരങ്ങൾ ഓരോ ദിവസവും നമുക്ക് കണ്ണിന് മുൻപിൽ കർത്താവ് ഒരുക്കി തരുമ്പോൾ, ഹല്ലേലൂയ, എന്റെ ഓരോ പ്രവൃത്തികൾക്കും, എന്റെ ഓരോ വാക്കുകൾക്കും, എന്റെ ഓരോ ചിന്തകൾക്കും നിത്യതയിൽ നിലനിൽക്കുന്ന പ്രതിഫലനം ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതികരിക്കുവാൻ ഈ ദിവസങ്ങളിൽ ദൈവമക്കൾ തയ്യാറായേ മതിയാകുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ കാര്യവിചാരകത്വത്തെ കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടാകണം. ലൂക്കോസിന്റെ സുവിശേഷത്തില് കർത്താവ് പല ഉപമകൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യവിചാരകത്വത്തിന്റെ ഉപമ, രണ്ടുപമ ചേർത്ത ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട്. 35 മുതൽ ഉള്ള വാക്യങ്ങൾ 12 നമ്മൾ വായിക്കുന്നുണ്ട്.
40 കഴിഞ്ഞ് വരുമ്പോൾ അടുത്ത ഉപമയാ കാണുന്നത് അതിനോട് ചേർന്ന്. അവിടെ ആ ഉപമയിൽ കർത്താവ് ഒരു കാര്യവിചാരകനെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് യജമാനൻ ദൂരത്തേക്ക് പോകുകയാണ്. തന്റെ ദാസന്മാർക്ക് തക്ക സമയത്ത് ആഹാര വീതം കൊടുക്കേണ്ടതിന് യജമാനാക്കി വെച്ച വിശ്വസ്തനായ ദാസന്റെ ഉപമയാണ്. പക്ഷേ അവിടെ നാം വായിക്കുന്നതെന്ന് അറിയാമോ? യജമാനൻ താമസിച്ചേ വരികയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മളവിടെ വായിക്കുന്നത് ഈ ദാസൻ എന്നാ ചെയ്യാൻ തുടങ്ങിയെന്നറിയാമോ? തിന്നാനും കുടിക്കാനും മതിക്കാനും തുടങ്ങി. ദാസന്മാരെ ഉപദ്രവിക്കുവാൻ തുടങ്ങി. Not only he was using, he was misusing, he was abusing the servants. എന്നാൽ നിനയാത്ത സമയത്ത് യജമാനൻ അവന്റെ അടുക്കൽ വരികയാണ്. അവനോട് കണക്ക് ചോദിക്കുമ്പോൾ, ഹല്ലേലൂയ, ആ ദാസനെ കുറിച്ച്, കാര്യവിചാരകനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കർത്താവ് പറയുന്നത് അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കുമെന്നാണ്. അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കുമെന്നാണ്. പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവം എന്നെ ഒരുപാട് അനുഗ്രഹിച്ചെന്ന്. നമ്മൾ പറയാറില്ലേ, ഒത്തിരി എന്നെ അനുഗ്രഹിച്ചെന്ന്. ഒത്തിരി അനുഗ്രഹിച്ചെന്ന് പറയാത്ത ആളുകളുണ്ട്, എന്നാൽ അനുഗ്രഹം ഒത്തിരി വാങ്ങിച്ചവരാ. ഒത്തിരി അനുഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരർത്ഥം എന്ന് പറയുന്നത് ഒത്തിരി അടികൊള്ളാനുള്ള സാധ്യതയുണ്ടെന്ന്. നല്ല നാടൻ ഭാഷയെ പറഞ്ഞാൽ വടി വെട്ടാൻ പോയിട്ടുണ്ടെന്ന്. വിശ്വസ്തരല്ലെങ്കിൽ എനിക്ക് അല്പമേ കിട്ടിയുള്ളൂ എന്ന് വെച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. അതിനനുസരിച്ച് കണക്ക് കൊടുത്താൽ മതി. എന്നാൽ അധികം ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അധികം കണക്ക് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്നുള്ളത് ഇന്ന് രാത്രി നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ചര്യകളിലും ബോധ്യത്തോടുകൂടെ വേണം. നിത്യതയിൽ ഇതിന്റെ പ്രതിഫലനം ഉണ്ടാകും. നിത്യതയിൽ മാത്രമല്ല, ഇവിടെ വെച്ചുകൊണ്ടാകും, നമുക്കറിയാമല്ലോ. എന്നാൽ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. നിത്യതയിലും നിലനിൽക്കുന്ന പ്രതിഫലനങ്ങളെ ഉളവാക്കുന്ന പ്രവൃത്തികളാണ്, വാക്കുകളാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടുന്നത് എന്നുള്ള ബോധ്യം നമ്മളെ എല്ലായ്പ്പോഴും വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കാൻ ശക്തീകരിക്കുന്നതായിരിക്കണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നിത്യതയുടെ കാഴ്ചപ്പാടിൽ നാം ജീവിക്കുന്നവരാകണം. സമയത്തിന്റെ പരിമിതിയിൽ ഇന്ന് രാത്രി എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുമ്പോൾ, ദൈവകൽപ്പനയുടെ ഭാഗമായി, നമ്മുടെ അന്തരംഗത്തിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ ഭാഗമായി, നമ്മുടെ ഏറ്റുപറച്ചിലിന്റെ ഭാഗമായി, നമ്മുടെ സമർപ്പണത്തിന്റെ ഭാഗമായി ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ഒരേ സ്വരത്തിൽ പറയുവാൻ കഴിയുന്ന കാര്യം, ഞങ്ങൾ ഇവിടെ അന്യരാണ്, ഞങ്ങൾ ഇവിടെ പരദേശികളാണ്. ഹല്ലേലൂയ. We are just passers by. ഞങ്ങൾ ഇവിടെ വെറും വഴിയാത്രക്കാരായിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവരാണ്. സമാപന വാക്കുകളായി ഇന്ന് രാത്രി ദൈവമക്കൾക്ക് പ്രചോദനത്തിനായി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ചർച്ചിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ നാട്ടിലൊക്കെ പരദേശികളെ പറയുന്ന ഒരു പ്രത്യേക പദപ്രയോഗമുണ്ട്. ഞങ്ങളുടെ പത്തനംതിട്ട ഭാഷയെ പറഞ്ഞാൽ വരത്തനാന്ന് പറയും. വരത്തനാന്ന് പറയും, വന്ന് താമസിക്കുന്നവനാണെന്ന് പറയും. അവരെ സംബന്ധിച്ചിടത്തോളം ആൾക്കാരവരെ പരിഗണിക്കത്തില്ല, വേറൊരു നിലയിലാണ്. ഞങ്ങളുടെ ഓമല്ലൂർ നാട്ടിൽ നിന്ന് ഒരാൾ കോട്ടയത്ത് പോയി 30 വർഷം താമസിച്ചു. 30 വർഷം കഴിഞ്ഞും അയാളെ ഓമല്ലൂർക്കാരനെന്നാ കോട്ടയത്തുകാർ വിളിക്കുന്നത്. അയാൾ അതുകൊണ്ട് കോട്ടയത്തെ വസ്തു വിറ്റ് ഓമല്ലൂർ വന്ന് സ്ഥലവും വാങ്ങിച്ചു, വീടും വെച്ച്, എന്നിട്ട് പറഞ്ഞു, കോട്ടയത്ത് പോയി ഓമല്ലൂർക്കാരനായി ജീവിക്കുന്നതിനേക്കാൾ ഓമല്ലൂർ വന്ന് ഓമല്ലൂർക്കാരനായിട്ട് ജീവിക്കരുതെന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ വരത്തൻ എപ്പോഴും അതിൻ്റെതായ റിജക്ഷൻസ് ഉണ്ട്, നമുക്കറിയാം. ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്തെന്നറിയാം, നമുക്കിവിടെ പാസ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞാലും, നാട്ടിലാണെങ്കിൽ ആധാർ പറഞ്ഞാലും, ലോകം നമ്മളോട് പറയുന്ന ഒരു സന്ദേശമുണ്ട്, നീ ഇവിടുത്തുകാരനല്ലെന്ന്. നീ ഇവിടുത്തുകാരനല്ല. നിനക്ക് പാസ്പോർട്ട് ഉണ്ടെങ്കിലും എന്നാ ഉണ്ടെങ്കിലും നീ ഇവിടുത്തുകാരനല്ല. അതിൻ്റെതായ റിജക്ഷൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും.
യോഹന്നാൻ തന്റെ ലേഖനത്തെ യോഹന്നാന്റെ സുവിശേഷത്തെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നല്ലോ. കർത്താവ് ഇങ്ങനെയാണ് 15:18 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ലോകം നിങ്ങളെ പകയ്ക്കുന്നെങ്കിൽ നിങ്ങൾക്ക് മുമ്പ് എന്നെ പകച്ചു എന്ന് നിങ്ങൾ അറിയണം. നിങ്ങൾ ലോകക്കാരായിരുന്നെങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ വണ്ണം ഞാൻ ലോകത്തിൽ നിങ്ങളെ തെരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ഇന്ന് രാത്രി നമുക്കൊരു കാര്യം അറിയാം. ദിസ് വേൾഡ് ഈസ് നോട്ട് ഇൻ ഫേവർ ഓഫ് us. ആണോ? ഈ ലോകം നമുക്ക് അനുകൂലമാണോ? സ്വാതന്ത്ര്യമുള്ള രാജ്യമാണെന്നൊക്കെ പറയുന്നെങ്കിലും അതിൻ്റെതായ സമ്മർദ്ദങ്ങളില്ലേ? നാളെ ആ സമ്മർദ്ദങ്ങൾ കൂടി വരും. സാഹചര്യങ്ങളൊക്കെ മാറിമറിയും. എന്തിനാണെന്നറിയാമോ? നാം ഇവിടുത്തുകാരൻ അല്ലെന്നുള്ള ബോധ്യം നമ്മുടെ അകത്ത് കയറാനും നമ്മുടെ സ്വന്തം നാടിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളിൽ നിറയാനും. ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തു പോകുന്ന സമയത്ത് ഒരു വലിയ പോസ്റ്റർ കണ്ടു. ഒരു വലിയ പോസ്റ്റർ. പിന്നീട് മനസ്സിലായി അതൊരു വലിയ ഏതോ ഒരു സിനിമയുടെ പോസ്റ്ററാണ്. ഒരു വലിയ പോസ്റ്ററാണ്. ആ പോസ്റ്ററിൽ എഴുതി വെച്ചിരുന്ന വാചകം എന്ന് പറയുന്നത് ദേശാടന പക്ഷി. ദേശാടന പക്ഷി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. മൈഗ്രേറ്ററി ബേർഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അല്ലേ? കാലാവസ്ഥ പ്രതികൂലമാകുമ്പോൾ സൈബീരിയയിൽ നിന്നൊക്കെ പക്ഷികളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ വരും, പല ഭാഗങ്ങളിൽ വരും. എന്നിട്ട് അവിടെ അത് കൂടുവെക്കും, മുട്ടയിടും, കുഞ്ഞുങ്ങളെ വിരിയിക്കും. കാലാവസ്ഥ മാറി നമ്മുടെ നാട്ടിൽ ചൂടേറുമ്പോൾ ഉണ്ടല്ലോ, ആ ചിന്തകളോടുള്ള ബന്ധത്തിലാണ് സാഹിത്യകാരന്മാർ ഈ വാക്ക് എടുത്തിരിക്കുന്നത്. സാഹചര്യത്തിന്റെ സമ്മർദ്ദമേറുമ്പോൾ, കാലാവസ്ഥ മാറുമ്പം, പ്രതികൂല അവസ്ഥകൾ വരുമ്പം ദേശാടന പക്ഷി അത് കരയാറില്ലെന്ന്. അർത്ഥം മനസ്സിലായോ? ഹല്ലേലൂയ. ചൂട് കൂടുമ്പം, പ്രതികൂലം കൂടുമ്പം ദേശാടന പക്ഷി അതിന്റെ ചിറകൊന്നനക്കും. അതിന്റെ അന്തരംഗം അതിനോട് സംസാരിക്കും. നിനക്ക് പറന്നുയരാനുള്ള സമയമായി. ഓ ഹല്ലേലൂയ, നിന്റെ സ്വന്തം നാട്ടിലേക്ക് പോകാനുള്ള സമയമായി എന്ന് ദേശാടന പക്ഷിയുടെ അന്തരംഗം അതിനോട് സംസാരിക്കും. അതൊരു യാത്രയ്ക്ക് ഒരുങ്ങുകയായി. അതിന് തലകുനിച്ചിരിക്കാൻ സമയമില്ല, അതിന് കരഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല, അതിന് പരിതപിക്കുവാൻ സമയമില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങൾ ഏറുമ്പോ, പ്രതികൂലങ്ങൾ അനവധിയായി വർദ്ധിക്കുമ്പോ, സംഭവ വികാസങ്ങൾ പലതും നമ്മുടെ ചുറ്റുപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി നമുക്കൊരു പ്രത്യാശയുണ്ട്. നാം ചിറകടിച്ചുയരാറായി, പ്രാക്കളെ പോലെ പറന്നുയരാറായി, കാഹളത്തിന്റെ ശബ്ദം നമ്മുടെ കാതുകളിൽ കേൾക്കാറായി, നമ്മുടെ പ്രിയൻ വരാറായി. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാഹള ശബ്ദം കേട്ടാൽ ഞാൻ പ്രാവിനെ പോലെ ചിറകടിച്ചുയരുമെന്ന് പ്രത്യാശയുള്ള ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി അധരം തുറന്ന് ഈ ആലയത്ത് അല്പനിമിഷങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കുവാനായിട്ട് കഴിയുമോ? നമ്മുടെ അന്തരംഗം നമ്മോട് സംസാരിക്കട്ടെ. പ്രാക്കളെ പോലെ നാം പറന്നുയരാറായി, ചിറകടിച്ചു നാം പോകാറായി. ഓ ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശ നാടിനെ നാം കാണുവാൻ കാലമായി എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. കാണുന്നതിനെയല്ല, കാണാത്തതിനെ അത്രേ നാം നോക്കുന്നത്. ഈ വചനങ്ങളാൽ ഇന്ന് രാത്രി ദൈവം നമ്മെ